ദൈവാലയ ഭാഗത്തിന് നേരെ കിഴക്കുള്ള സുവർണവാതിൽ ശതാബ്ദങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. യേശുക്രിസ്തു ഹോശന്നാ ദിവസം കഴുതപ്പുറത്ത് യെരുശലേം ദൈവാലയത്തിലേക്ക് എഴുന്നള്ളിയത് ഈ സുവർണവാതിലിൽ കൂടിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. തന്നെ ക്രൂശിപ്പാൻ കൊണ്ടുപോയതും ഈ വാതിൽ വഴിയാണെന്നും പിൽക്കാലത്ത് പൂട്ടിയ ഈ വാതിൽ ഇതുവരെ തുറന്നിട്ടില്ലെന്നും മശിഹ വീണ്ടും വന്ന് ഇതുവഴി യെരുശലേമിൽ പ്രവേശിക്കുമ്പോൾ മാത്രമേ ഈ വാതിൽ തുറക്കുകയുള്ളൂ എന്നുമാണ് പൊതുവിലുള്ള വിശ്വാസം. യെഹെസ്കേൽ 44 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. 1967 ജൂൺ മാസം 24 പ്രസ്തുത വാതിൽ തുറക്കുവാൻ യോർദാനിലെ ഹുസൈൻ രാജാവ് തീരുമാനിച്ചു. എന്നാൽ അത് നടന്നില്ല. സുവർണവാതിൽ ഇന്നും അടഞ്ഞുകിടക്കുന്നു. തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ.